ഹലോ വെരി ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. അപ്പോൾ ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, UFC 313 മൊഹമ്മദ് അങ്കലേവ് അലക്സ് പെരേര മെയിൻ ഇവന്റിന്റെ ഒരു ഇൻഡെപ്ത് ബ്രേക്ക് ഡൗൺ ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബുക്കും പേനയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഓൺലൈൻ ക്ലാസ് പോലെയായിരിക്കും. പക്ഷേ ഞാൻ പ്രൊഫസറൊന്നുമല്ല, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ആഴത്തിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ പ്രൊഫസർ അല്ല എന്ന് പറയാൻ കാരണം നമുക്കാകെ ഒരു ഡിസ്ട്രിക്റ്റിലും സ്റ്റേറ്റിലും ഒക്കെ കളിച്ചുള്ള പരിചയമേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ UFC ലെവലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ UFC ഫൈറ്റേഴ്സിൻ്റെ ലെജൻസിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് എടുക്കേണ്ടത്. ഒരുപാട് പേര് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമിട്രിയസ് ജോൺസൺ ആണ്. അപ്പോൾ അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരു ഡീറ്റെയിൽഡ് ബ്രേക്ക് ഡൗൺ നടത്തിയിരുന്നു. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ പറയുന്നു എന്ന് മാത്രം, ദാറ്റ്സ് ഓൾ. പിന്നെ വേറെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ബിസ്പിങ് സംസാരിക്കുന്നുണ്ട്, കമാറു ഉസ്മാൻ, ഹെൻറി സഹൂഡോ, പിന്നെ ഇതിനു മുമ്പും ഈ ഫൈറ്റിന് മുമ്പും ടെഡി അറ്റ്ലസ്, അങ്ങനെയൊക്കെയുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ഡിമിട്രിയസ് ജോൺസന്റെ ബ്രേക്ക് ഡൗൺ ആണ്. അപ്പോൾ ഇനി അധികം വാചകം അടിക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് മലയാളത്തിൽ പറയുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ബ്രേക്ക് ഡൗൺ, ഡിമിട്രിയസ് ജോൺസന്റെ മൈറ്റി മൗസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയി അദ്ദേഹത്തിന്റെ ചാനലിൽ ഇംഗ്ലീഷിൽ കാണാം. ഓക്കെ, അപ്പോൾ ലെറ്റ് us സ്റ്റാർട്ട്. എന്താണ് ആക്ച്വലി അലക്സ് പെരേര മൊഹമ്മദ് അങ്കലേവ് ഫൈറ്റിൽ സംഭവിച്ചത്, എങ്ങനെയാണ് അങ്കലേവ് അലക്സ് പെരേരനെ തോപ്പിച്ചത് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അതിന് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഡിമിട്രിയസ് ജോൺസന്റെ പോയിന്റ്സ് ആണ്, ലെജൻഡിന്റെ പോയിന്റ്സ് ആണ്. ലെറ്റ് us ഡിസ്കസ്. ഓക്കെ, അപ്പോൾ പ്രൊഫസർ ഡിമിട്രിയസ് ജോൺസന്റെ അഭിപ്രായത്തിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അലക്സ് പെരേരയുടെ കാഫ് കിക്സിൽ അങ്കലേവ് വളരെ നല്ല റിയാക്ഷനാണ് കൊടുത്തത്. ഓക്കെ, അതായത് ഈ അലക്സ് പെരേരയുടെ ഒരു സ്ട്രാറ്റജി തുടങ്ങുന്നത് തന്നെ അദ്ദേഹത്തിന്റെ കാഫ് കിക്സ് ആണ്. അത് വെച്ചിട്ടാണ് അദ്ദേഹം ഏത് ഒപ്പോണന്റിനെയും തളർത്തുന്നത് അത്രേ എന്നാണ് ഡിമിട്രിയസ് ജോൺസൺ പറയുന്നത്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ സംഭവിച്ചു. അദ്ദേഹം അങ്കലേവിനിട്ട് കുറേ കാഫ് കിക്സ് കൊടുക്കുന്നുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ, നിങ്ങൾക്ക് പടത്തിലും കാണാം. പക്ഷേ അപ്പോൾ ഇതിലൂടെ അലക്സ് പെരേര എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാഫ് കിക്ക് കൊടുക്കുമ്പോൾ എതിരാളി റിയാക്ഷൻസ് കൊടുക്കും. ആ റിയാക്ഷൻസിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുമ്പോൾ അവിടെ അലക്സ് പെരേര കൗണ്ടർ സ്ട്രൈക്ക് ചെയ്യും. ആ കൗണ്ടർ സ്ട്രൈക്കിൽ എതിരാളിക്ക് പണി കിട്ടും. പക്ഷേ ഡിമിട്രിയസ് ജോൺസൺ ഇവിടെ നോട്ട് ചെയ്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്കലേവ് ആവശ്യമില്ലാത്ത റിയാക്ഷൻ, അതായത് കാഫ് കിക്ക് കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ ആവശ്യമില്ലാത്ത റിയാക്ഷൻ ഒന്നും കൊടുക്കാൻ പോയില്ല. അവിടെ തെറ്റുകുറ്റങ്ങളൊന്നും അങ്കലേവിൻ്റെ റിയാക്ഷനിൽ, കാഫ് കിക്കിൻ്റെ റിയാക്ഷനിൽ ഉണ്ടായില്ല. അപ്പോൾ അവിടെ അലക്സ് പെരേരയ്ക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. അതായത് അങ്കലേവിൻ്റെ റിയാക്ഷൻ ടുവേർഡ്സ് അലക്സ് പെരേരാസ് കാഫ് കിക്സ് വാസ് പെർഫെക്റ്റ്, മിസ്റ്റേക്ക് പ്രൂഫ്. ഒന്നും തെറ്റുകൾ സംഭവിച്ചില്ല, അലക്സ് പെരേരയ്ക്ക് ഒന്നും ചെയ്യാൻ സംഭവിച്ചില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദി സെക്കൻഡ് പോയിന്റ്. അതായത് ഡിമിട്രിയസ് ജോൺസൺ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, അങ്കലേവ് ഓവർ എക്സ്റ്റെൻഡ് ചെയ്തില്ല അത്രേ. ഇത് വീണ്ടും വീണ്ടും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഓവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല അങ്കലേവ്. അപ്പോൾ ഈ ഓവർ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, നമ്മളൊരു പഞ്ച് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ എത്തിപ്പിടിച്ചൊക്കെ പഞ്ച് ചെയ്യുമല്ലോ, ഫോളോ ത്രൂ എന്നൊക്കെ പറയും. പഞ്ച് കൊടുത്തിട്ട് എത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ, അപ്പോൾ അതായത് ഇങ്ങനെ നിൽക്കേണ്ട ഒരു സാധനം, ഈ പെന്നിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി, ഇങ്ങനെ നിൽക്കേണ്ട ഒരു സാധനം നമ്മൾ ഓവർ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ മുന്നോട്ട് ചായുന്നു. അപ്പോൾ ഇത് ജൂഡോയിലും റെസ്ലിംഗിലും ഒക്കെ മാഷന്മാർ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ആ ബേസ്, ആ ഒരു ലൈൻ ഉണ്ടല്ലോ, നമ്മുടെ തലയിൽ നിന്ന് ഇവിടുന്ന് പോകുന്ന ഒരു ലൈൻ പെർഫെക്റ്റ് ആയിട്ട് നിന്നില്ലെങ്കിൽ നമ്മൾ താഴെ പോകും, ഓഫ് ബാലൻസ് ആയി പോകും. ഇത് ഇങ്ങനെ നിൽക്കേണ്ടതിന് പകരം നമ്മളിത് ഇങ്ങനെ ചരിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ആ ത്രോ വരുന്നത്. നമ്മളെ മലത്തി അടിക്കുന്നു, ട്രിപ്പ് വന്ന് നമ്മൾ താഴെ പോകുന്നു, ഓഫ് ബാലൻസ്. അപ്പോൾ അങ്കലേവ് സാധാരണ കളികളിലൊക്കെ ഓവർ എക്സ്റ്റെൻഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ അദ്ദേഹം ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഓവർ എക്സ്റ്റെൻഡ് ചെയ്തില്ല. അതായത് ഓഫ് ബാലൻസ് പോലുള്ള പൊസിഷനുകളൊന്നും ഉണ്ടായില്ല. ഓവർ എക്സ്റ്റെൻഡ് ചെയ്ത സമയത്തെല്ലാം പഞ്ച് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിലേ അങ്കലേവ് ഓവർ എക്സ്റ്റെൻഡ് ചെയ്തുള്ളൂ. ഓക്കെ, ഇത് വളരെ നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്കും ഫീൽ ചെയ്തു. ഡിമിട്രിയസ് ജോൺസന്റെ, ഹീസ് എ ലെജൻഡ്. ഓക്കെ, അദ്ദേഹത്തിന് ഇപ്പോൾ എന്താണ് പറയുന്നത്, MMA ഗുരു എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ. അദ്ദേഹം പറയുന്ന സംസാരം മാത്രമല്ലേ ഉള്ളൂ. ഇപ്പം നമ്മളൊക്കെ സംസാരം മാത്രമേ ഉള്ളൂ. പക്ഷേ ഡിമിട്രിയസ് ജോൺസൺ ഇസ് എ ഫൈറ്റർ.
ഓക്കെ, അപ്പോൾ നോ ഓവർ എക്സ്റ്റെൻഡിങ് ഫ്രം ആങ്കലേവ്, ഓസം പോയിന്റ്. ഓക്കെ, ദെൻ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹെഡ് പൊസിഷൻ, ആങ്കലേവിൻ്റെ ഹെഡ് പൊസിഷനിങ്. ഓക്കെ, അപ്പോൾ ഹെഡ് പൊസിഷനിങ് എന്ന് പറയുമ്പോൾ എഗെയിൻ ലൈക്ക് ഈ ഒരു സെൻറ്റർ ഓഫ് ലൈൻ പോലെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലൈൻ പോലെ തന്നെയാണ്. അതായത് ഹെഡ് മൂവ്മെന്റ്, ആവശ്യമില്ലാത്ത ഹെഡ് മൂവ്മെന്റുകൾ ആങ്കലേവിന്റെ സൈഡിൽ നിന്നുണ്ടായില്ല. അതായത് അത് നമ്മുടെ പ്രീവിയസ് പോയിന്റ് ആയിട്ട് ഒരു ചെറിയ റിലേഷൻ ഉണ്ടായിരിക്കും. അതായത് ഇങ്ങനെ 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 ഇതൊക്കെ അലക്സ് പെരേര ക്യാപിറ്റലൈസ് ചെയ്യും. ക്യാപിറ്റലൈസ് എന്ന് പറഞ്ഞാൽ മുതലെടുക്കും. ഇപ്പം ഒരുപാട് പേര് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് കമന്റ് സെക്ഷനിലും എല്ലാ നാടുകളിലും, ഞാൻ കേരളത്തിന്റെ കേസ് മാത്രമല്ല പറയുന്നത്, ഹിന്ദിക്കാരായിക്കോട്ടെ ഇംഗ്ലീഷുകാരായിക്കോട്ടെ ആങ്കലേവിന്റെ ഫാൻസ് ആണ്, സോ കോൾഡ് ഫാൻസ്. അപ്പോൾ അവർ അലക്സ് പെരേരനെ കളിയാക്കുന്നുണ്ട്, ചാമ കാമ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, പ്രൊഫഷണൽ ഫൈറ്റേഴ്സ്, ഇപ്പോൾ ഹബീബ് അങ്കലേവിനെ എങ്ങനെയാണ് കൺഗ്രാജുലേറ്റ് ചെയ്തതെന്ന് അറിയാമോ? കൺഗ്രാജുലേഷൻസ് മുഹമ്മദ് അങ്കലേവ് ഫോർ യുവർ വിക്ടറി അഗൈൻസ്റ്റ് എ വെരി ഡേഞ്ചറസ് ഒപ്പോണന്റ്. സി, ഹബീബിനെ അറിയാം, ഫൈറ്റേഴ്സിന് അറിയാം അലക്സ് പെരേര ഈസ് എ വെരി ഡേഞ്ചറസ് ഒപ്പോണന്റ്. ഞാൻ നോക്കട്ടെ, ആ മനുഷ്യൻ നാട് ഫുള്ള് കറങ്ങിയിട്ട് എപ്പോഴാണ് ട്രെയിനിങ് ചെയ്തതെന്ന് എത്ര നല്ല പെർഫോമൻസ് ആണ് അങ്കലേവിനെതിരെ കാഴ്ചവെച്ചത്. ഓൾമോസ്റ്റ് ഇറ്റ് വാസ് ജസ്റ്റ് ക്ലോസ് അല്ലേ? ഇപ്പോഴും റോബറി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, റോബറി ഒന്നും അല്ലായിരുന്നു. മുഹമ്മദ് അങ്കലേവ് ക്ലിയർ ആയിട്ട് ജയിച്ചിട്ടുണ്ട്. റോബറിയും ഒന്നും അല്ല. പക്ഷെ അലക്സ് പെരേര വാസ് ഓൾമോസ്റ്റ് ദെയർ. ഒരു 1-2 റൗണ്ടിന്റെ ഒരു വ്യത്യാസം, ഒരു സ്ട്രൈക്കിംഗ് ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് വാസ് ക്ലിയർ. ബട്ട് അഗൈൻ ഐ സേ, റോബറി അല്ല, മുഹമ്മദ് അങ്കലേവ് ക്ലിയർലി വോൺ ദിസ്. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇവിടെ അങ്കലേവ് ഹെഡ് പൊസിഷനിങ്, അത് ബോഡി പൊസിഷനിങ് പോലെ തന്നെ ഓവർ എക്സ്റ്റെൻഡ് ഒന്നും ചെയ്യുന്നില്ല, കറക്റ്റ് ഹെഡ് പൊസിഷനിങ് ആയിരുന്നു. അതായത് മൂപ്പര്, എനിക്ക് തോന്നുന്നു അലക്സ് ട്രാവലിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ മൂപ്പര് അങ്കലേവ് ക്ലിയർലി നല്ലോണം സ്റ്റാൻഡപ്പ് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. അതായത് ബേസിക്സ് ക്ലിയർ ആയിരുന്നു പുള്ളിയുടെ. വീണ്ടും ഹി മൈറ്റ് ഹവ് റിപ്പീറ്റഡ് ഇത് എങ്ങനെയും ബെൽറ്റ് കൈക്കലാക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ പ്രഡിക്ഷനിൽ അതാണ് പറഞ്ഞത്. ഹി വാസ് ഡിറ്റർമൈൻഡ്, ഈ ബെൽറ്റ് കൊണ്ടേ പോകത്തുള്ളൂ എന്നുള്ള രീതിയിൽ നല്ലോണം പ്രിപ്പയർ ചെയ്തു. അതാണ് സംഭവം. ഒരു അവസരവും അലക്സ് പെരേരയ്ക്ക് കൊടുത്തില്ല. ഒരു ചെറിയ അവസരം അലക്സ് പെരേരയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി സ്ട്രൈക്ക് ചെയ്ത് ഹുക്കോ എന്തെങ്കിലും ചെയ്ത് പുള്ളി തീർന്നു. ഹെഡ് കിക്ക് അതിലേക്ക് വരുന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ ആങ്കലേവിന്റെ പുഷ് കിക്ക്, ഇതെനിക്ക് സന്തോഷം തോന്നിയ പുഷ് കിക്ക് ഓഫ് ആങ്കലേവ്, ഇതെനിക്ക് സന്തോഷം തോന്നിയ ഒരു സംഭവമാണ്. നമ്മളും ഡിമിട്രിയസിനെ പോലൊന്നും അല്ലെങ്കിലും നമ്മുടെ ഫസ്റ്റ് വീഡിയോ, ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഞാൻ നോട്ട് ചെയ്തല്ലോ എന്ന് എനിക്കൊരു സന്തോഷം. അപ്പോൾ ഈ ആങ്കലേവിൻ്റെ ഈ പുഷ് കിക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ആങ്കലേവ്. അതായത് എപ്പോഴൊക്കെ അലക്സ് അടുത്തേക്ക് വരുന്നു അപ്പോഴൊക്കെ ഈ പുഷ് കിക്ക് എന്തിനാണ് ചെയ്യുന്നത്? ഒരു സേഫ് ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഇവൻ അടുത്തേക്ക് വരുമ്പോൾ ആ ത്രെറ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു പുഷ് കിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവൻ ദൂരേക്ക് പോകും. അപ്പോൾ ഈ അലക്സിന് അടുത്തേക്ക് വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ആങ്കലേവ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ നോട്ട് ചെയ്തൊരു പോയിന്റ്, എനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പോൾ ഇതെന്തിനാന്ന് പറഞ്ഞാൽ ഒരു സേഫ് ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ്. അതാണ് നമ്മുടെ അടുത്ത പോയിന്റ്, ആങ്കലേവിൻ്റെ ഡിസ്റ്റൻസ് മാനേജ്മെന്റ്. ഈ ഫൈറ്റിൽ ഡിമിട്രിയസ് നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്കലേവ് ആവശ്യമില്ലാതെ വളരെ ക്ലോസ് ആയിട്ട് അലക്സിന്റെ അടുത്തേക്ക് പോവുകയോ ആവശ്യമില്ലാതെ വളരെ കെയർലെസ് ആയിട്ട് ദൂരെ നിൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കറക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് ആ ഡിസ്റ്റൻസ് അടുത്തേക്ക് വരുമ്പോഴെല്ലാം ആങ്കലേവ് ആണ് അങ്ങോട്ട് പഞ്ച് ചെയ്ത് അലക്സിനെ നിലംപരിശാക്കുന്ന ഒരു സംഭവമാണ് നോട്ടീസ് ചെയ്തത്. കാരണം ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അലക്സിനെ പോലെ വളരെ അപകടകാരിയായിട്ടുള്ള ഒരു ഫൈറ്ററിന്റെ ഒരുപാട് അടുത്തേക്ക് പോകുമ്പോഴത്തേനും കൊട്ട് കിട്ടും, ഹുക്ക് കിട്ടും. ദൂരേക്ക് പോയി കഴിഞ്ഞാൽ ഹെഡ് കിക്കും കിട്ടും. ഇത് രണ്ടും അലക്സ് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, എസ്പെഷ്യലി ഹെഡ് കിക്സ് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു പോയിന്റ് ഉണ്ട്, അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് മാനേജ്മെന്റ് അങ്കലേവിന്റെ പിക്ചർ പെർഫെക്റ്റ് ആണ് എന്നാണ് ഡിമിട്രിയസ് ജോൺസൺ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കാര്യം, അലക്സ് പെരേരയ്ക്ക് അങ്കലേവിന്റെ ഒരു ഭയങ്കരമായ മിടുക്ക് കാരണം പഞ്ചസ് ഒന്നും കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വേണം, അലക്സ് പെരേരയുടെ ഹൈ കിക്ക് പോകുന്നുണ്ടായിരുന്നു. ഇത് ഡിമിട്രിയസിന്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ്. ആ ഒരു ഹൈ കിക്ക് എന്ന് പറയുന്നത് അലക്സ് പെരേരയുടെ ഭയങ്കര എന്താണ്, നിങ്ങൾക്ക് പടത്തിൽ കാണാനായിട്ട് സാധിക്കും. പിക്ചർ പെർഫെക്റ്റ് ആണ്, അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ടെക്സ്റ്റ് ബുക്ക് സ്റ്റൈൽ ഹൈ കിക്ക്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അങ്കലേവിന്റെ ഗാർഡ് ശ്രദ്ധിച്ചോ, എല്ലാ പടങ്ങളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്കലേവിന്റെ ഗാർഡ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഹൈ കിക്ക് ഒന്ന് തലക്കിട്ട് കണക്ട് ആവണമല്ലോ, അപ്പം അങ്ങനെയാണ് ഇരി പ്രൊഹാസ്കയൊക്കെ താഴെ പോയത്. പക്ഷെ അങ്കലേവിന്റെ ഗാർഡ് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച പോലെയായിരുന്നു. ആ കിക്ക് അങ്ങോട്ട് പെനിട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ദാറ്റ് ഈസ് വൈ അങ്കലേവിനെ ഒന്നും ചെയ്യാനായിട്ട് ആ ഹൈ കിക്കിലൂടെ അലക്സ് പെരേരയ്ക്ക് സാധിച്ചില്ല.
സോ ഈ ഗാർഡ് പിടുത്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെക്സ്റ്റ് ബുക്കാണ്, അത് ബേസിക്സ് ആണ്, ഫണ്ടമെന്റൽസ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്കലേവിൻ്റെ പ്രിപ്പറേഷൻ, ഇത് എൻ്റെ പോയിന്റാണ് കേട്ടോ. അങ്കലേവിൻ്റെ പ്രിപ്പറേഷൻ പിക്ചർ പെർഫെക്റ്റ് ആയിരുന്നു, ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളതാണ് ഇത്. അപ്പോൾ ഹെൻറി സെഹുഡോ പറയുന്നുണ്ട്, ഹെൻറി സെഹുഡോയ്ക്ക് പണ്ട് പോലെ അലക്സിനോട് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പോലെ എനിക്ക് തോന്നുന്നു. എന്താണ് ഖമാർ ഉസ്മാൻ പറയുന്നത്, സാധാരണ ഫൈറ്റുകളിൽ അലക്സ് പെരേര ഇങ്ങനെ എതിരാളിയുടെ മുമ്പിൽ ഇങ്ങനെ വീർത്തു വരും, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് അത് ഉണ്ടായില്ല എന്ന് പറഞ്ഞു എന്നാണ് പോയിന്റ്. ഹെൻറി സെഹുഡോ ഉടനെ യെസ്, എനിക്ക് തോന്നുന്നു അലക്സ് പെരേര ഒരുപാട് യാത്രകൾ ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ളത്. അത് ശരിയായിരിക്കാം, കറക്റ്റ് ആയിരിക്കാം. ഹെൻറി സെഹുഡോനത് പറയാം. ഹെൻറി സെഹുഡോ ഒരു പ്രോ ഫൈറ്ററാണല്ലോ. എനിവേസ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും, നമ്മൾ കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ അങ്കലേവിൻ്റെ ഗാർഡ് പിക്ചർ പെർഫെക്റ്റ് ആയിരുന്നു, ഒരു തവണ പോലും അത് താഴേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല അലക്സിൻ്റെ ഗാർഡ് ഇടയ്ക്കിടയ്ക്ക് താഴെ പോകുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ നോട്ട് ചെയ്തു. ഇതേപോലെ തന്നെ അലക്സിൻ്റെ ഹൈക്കിക്ക് പോലെ തന്നെ അങ്കലേവിൻ്റെ ഹൈക്കിക്കും പിക്ചർ പെർഫെക്റ്റ് ആയിരുന്നു. പടത്തിനായിട്ട് കാണിക്കാം. അതായത് ഒരു വേൾഡ് ലെവൽ ഹൈ ലെവൽ ചാമ്പ്യൻ കിക്ക് ബോക്സറിൻ്റെ എതിരെ അങ്കലേവിൻ്റെ സ്റ്റാൻഡപ്പ്, ആ ഹൈക്കിക്കൊക്കെ നോക്കിക്കേ എത്ര മനോഹരമായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ അഗൈൻ നമ്മൾ വീണ്ടും പറഞ്ഞ പോയിന്റ് വീണ്ടും പറയുന്നില്ല, അങ്കലേവിൻ്റെ പ്രിപ്പറേഷനാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇനിയും ഞാൻ പറഞ്ഞു, ഞാൻ ഏകദേശം എല്ലാം ക്രിയേറ്റ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെസ്ലിംഗ് ആണ്. അങ്കലേവ്സ് റെസ്ലിംഗ് ഒഫൻസ് ഓൺ അലക്സ് പെരേര. അപ്പോൾ ഇത് ഇവിടേക്കാണ് ഡിമിട്രിയസിനെ പോലുള്ള ഒരു ഷാർപ്പ് തിങ്കർ, ഒരു പ്രൊഫഷണൽ ഫൈറ്ററിൻ്റെ ഇത് വരുന്നത്. അദ്ദേഹം നോട്ടീസ് ചെയ്തത്, അങ്കലേവ് ചുമ്മാ കയറി അങ്ങ് റെസ്ലിംഗ് ചെയ്യായിരുന്നില്ല, അത് ആക്ച്വലി ഒരു പ്ലാൻ ആയിരുന്നു. അതായത് ഒരു കിക്ക് ബോക്സറിന് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഡിസ്റ്റൻസ് വേണം, അയാൾക്ക് പഞ്ച് ചെയ്യണം, കിക്ക് ചെയ്യണം. എവിടെയെങ്കിലും അങ്കലേവിന് സ്ലൈറ്റ് ആയിട്ടൊരു ഭയം തോന്നുമ്പോൾ അപ്പം തന്നെ പുള്ളി റെസ്ലിംഗ് ചെയ്ത്. ശ്രദ്ധിച്ചോ, റിങ്ങിന്റെ നടുക്കല്ല റെസ്ലിംഗ് ചെയ്യുന്നത്, നേരെ ദാഗിസ്ഥാനി സ്റ്റൈൽ കേജിന്റെ അടുത്തേക്ക് കൊണ്ട് അവിടെ ഒട്ടിച്ചു വെക്കുമായിരുന്നു. സോ ദാറ്റ് ഹി ക്യാൻ വേസ്റ്റ് ദ ടൈം വേസ്റ്റ് ചെയ്യാമെന്നും പറയാം, സേവ് ചെയ്യാമെന്നും പറയാം. അവിടെ അലക്സിനെ ബിസിയാക്കി നിർത്തി. അപ്പോൾ അലക്സിന്റെ ശ്രദ്ധ ഫുൾ എന്താണ്, എങ്ങനെയെങ്കിലും ടേക്ക് ഡൗൺ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അങ്കലേവ് അവിടെ കുറേ അധികം സമയം കിട്ടുകയായിരുന്നു. ആൻഡ് അലക്സ് വാസ് ഗെറ്റിംഗ് ടയർഡ്. ഓഫ് കോഴ്സ് അങ്കലേവ് വാസ് ഓൾസോ ഗെറ്റിംഗ് ടയർഡ്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, അലക്സിന്റെ ശ്രദ്ധ ഹുക്ക് കൊടുക്കലോ ഹൈ കിക്ക് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അവിടെ എങ്ങനെയെങ്കിലും ടേക്ക് ഡൗൺ, അലക്സ് എന്താണ് വിചാരിക്കുക, ടേക്ക് ഡൗൺ എങ്ങനെയും പ്രിവെന്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇത് അങ്കലേവ് ഒരുപാട് വട്ടം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. റൗണ്ട് 1 മുതൽ റൗണ്ട് 5 വരെ ഈ ഒരു സ്ട്രാറ്റജി കേജിനെതിരെ ഒട്ടിച്ചു വെച്ചു. ഇവിടെ ഡിമിട്രിയസ് ജോൺസൺ ഒരുപാട് സംസാരിച്ചു ഇതിനെക്കുറിച്ച് കേട്ടോ. അതായത് പുള്ളി നോട്ട് ചെയ്തൊരു കാര്യം, നമ്മളെല്ലാം വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കേജിൻ്റെ എതിരെ ഇങ്ങനെ വന്നപ്പോൾ ആക്ഷൻസ് നടക്കുന്നില്ലല്ലോ. ഒരുപക്ഷെ അലക്സിന് ഉള്ള പെർഫോമൻസിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് റെഫറി മാർക്ക് ആണെന്ന് തോന്നുന്നു ഇത് പിടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിടിച്ചു മാറ്റിയിട്ട് സെൻറ്ററിലേക്ക് വരും, ആക്ഷൻ നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് ഡിമിട്രിയസിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഡിമിട്രിയസിൻ്റെ അഭിപ്രായത്തിൽ അത് അവിടെ തന്നെ വിട്ടുകൊടുക്കണം. കാരണം അല്ലെങ്കിൽ ഇത് മൊയ്ത്തായ ബോക്സിംഗ് ഒന്നും അല്ലല്ലോ, ഇത് മിക്സ്ഡ് മാർഷൽ ആർട്സ് ആണ്. അങ്കലേവ് മനഃപൂർവ്വമാണ് കേജിൽ അങ്ങനെ പുള്ളിയെ ഒട്ടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഡിമിട്രിയസ് അവകാശപ്പെട്ടത്. ദാറ്റ് ഈസ് റൈറ്റ്. ഐ ഓൾസോ അക്സെപ്റ്റ് ചെയ്യാതെ വരെ നിർവാഹം ഇല്ലല്ലോ. അപ്പോൾ അത് കറക്റ്റാണ്. അങ്കലേവിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു അത്. ശ്രദ്ധിച്ചിരുന്നു, അങ്കലേവ് ഫുൾ ഫോഴ്സ് അവിടെ ഒട്ടിച്ചു വെക്കുക എന്നുള്ളതായിരുന്നു പുള്ളിക്ക്. എനിക്ക് തോന്നി പുള്ളിക്ക് വേണമെങ്കിൽ ഒരു ഡബിൾ ലെഗ് സിംഗിൾ ലെഗിനൊക്കെ ട്രൈ ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ അലക്സിന്റെ ഡിഫൻസ്, അതും ഡിമിട്രിയസ് പറയുന്ന അലക്സിന്റെ ഡിഫൻസ് സൂപ്പറായിരുന്നു. ഡിമിട്രിയസിന്റെ മറ്റൊരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അലക്സ് ഒരു BJJ ബ്ലാക്ക് ബെൽറ്റ് ആണ് അല്ലേ. അപ്പോൾ അലക്സ് ഇവിടെ ഡിഫൻസിൽ മാത്രമാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ പുള്ളി പറയുന്നത്, ഡിമിട്രിയസ് പറയുന്നത്, ഫ്യൂച്ചറിൽ അലക്സിന് ഇനി ഒഫൻസും ചെയ്യാം, അങ്ങോട്ടൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ അഭിപ്രായമാണ്, നമുക്ക് അതിനകത്ത് അഭിപ്രായമില്ല. അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ കളിക്ക് ശേഷം അഗൈൻ ഡിമിട്രിയസ് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, കളിക്ക് ശേഷം എനിക്ക് തോന്നുന്നു അലക്സ് ഒരു കമന്റ് പറഞ്ഞു, കേജിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നെ നിർത്തിയുള്ളൂ, അങ്കലേവ് ഒന്നും ചെയ്തില്ല എന്ന്. ഡിമിട്രിയസ് പറയുന്നത് അത് അങ്കലേവിന്റെ സ്ട്രാറ്റജി ആയിരുന്നു. തനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ താൻ അവിടെ നിന്ന് രക്ഷപ്പെടണമായിരുന്നു, അല്ലാതെ കേജിനെ കുറ്റം പറഞ്ഞിട്ടോ അങ്കലേവിനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല എന്ന് പുള്ളി അലക്സ് പെരേരയെ വിമർശിക്കുകയുണ്ടായി ഡിമിട്രിയസ്. ദാറ്റ് ഇസ് എ ഗുഡ് പോയിന്റ്. ദിസ് തിങ്. ഇനിയും ഇത്രയും പോയിന്റുകളെ ഉണ്ടായിരുന്നുള്ളൂ, വളരെ ആഴത്തിലുള്ള പോയിന്റുകളായിരുന്നു. ഇനിയും ഡിമിട്രിയസ്, നിങ്ങൾ ഇപ്പം തന്നെ ആ വീഡിയോ പോയി കാണണം, ലാസ്റ്റിലുണ്ടല്ലോ അതിനകത്ത് ക്ലിയർ ആയിട്ട് ഡിമിട്രിയസ് എടുത്ത് കാണിക്കുന്നുണ്ട്. എനിക്കൊന്ന് ഡിമിട്രിയസിന് ഡാന വൈറ്റിനോട് ഇപ്പോഴും കലിപ്പ് മാറിയിട്ടില്ല. ഡാന വൈറ്റ് ഈ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ആ റിസൾട്ടിലേക്ക് ഇങ്ങനെ നോക്കി പുള്ളിക്ക് മനസ്സിലായി അങ്കലേവാണ് ജയിക്കുന്നത്. പുള്ളിയുടെ മുഖം കാണണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് ഡിമിട്രിയസ് നിർത്താതെ ഒരു 5 മിനിറ്റ് നേരം ചിരിയാണ്, പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അതായത് ഡാന വൈറ്റിൻ്റെ വിഷമം ഏറിയ മുഖം കണ്ടിട്ട്
ഡിമിട്രീസിന് ഭയങ്കര സന്തോഷം, പുള്ളിക്ക് ഇപ്പോഴും ഡയാനാമിറ്റിനോട് ഭയങ്കര കലിപ്പാണ്. അപ്പോൾ എന്തായാലും അത് എനിക്ക് ആ പുള്ളിയുടെ ചിരി കണ്ടപ്പോൾ വലിയ നിങ്ങൾ പോയി നോക്കിക്കോ, ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ. ഇതൊക്കെയായിരുന്നു ആഴത്തിലേറിയ പോയിന്റ്സ്. ഇതിലും വലിയ ബ്രേക്ക് ഡൗൺ സ്വപ്നങ്ങളിൽ മാത്രം, കാരണം നമ്മുടെ ബ്രേക്ക് ഡൗൺ അല്ല, ഡിമിട്രീസ് ജോൺസന്റെ ബ്രേക്ക് ഡൗൺ ആണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഗൈസ്, വിൽ സീ യു അഗൈൻ.